ബ്രിട്ടീഷുകാർ തന്ന പേര് കേരള, അതിനെ മാറ്റി കേരളം എന്നതാക്കിയത് നമ്മുടെ നരേന്ദ്രമോദിജിയാണ്. 70 കൊല്ലം നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ച് 70 കൊല്ലമായി. ഇതിന് മുമ്പ് മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-ഉം ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ചെയ്തില്ല. നരേന്ദ്രമോദിജിയാണ് ഇന്ന് കേരള എന്ന പേരിൽ മാറ്റി കേരളം ആക്കിയത്. നിങ്ങൾ സൂചിപ്പിച്ചത് ഒരു ചെറിയ തെറ്റിദ്ധാരണയാകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1. കേരള എന്ന പേര് ബ്രിട്ടീഷുകാർ നൽകിയതാണോ? മുൻപ് സൂചിപ്പിച്ചതുപോലെ BC 3-ാം നൂറ്റാണ്ടിലെ അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ കേരളപുത്ര എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഈ പേര് നിലവിലുണ്ട്. ബ്രിട്ടീഷുകാർ പലപ്പോഴും അവരുടെ ഉച്ചാരണ സൗകര്യത്തിനായി കേരള എന്ന് എഴുതാറുണ്ടായിരുന്നു എന്നു മാത്രം. 2. പേരുമാറ്റാനുള്ള പ്രമേയം 2023 മുതൽ 2024 വരെ. ഭാരത സർക്കാർ, മോദി സർക്കാർ നേരിട്ട് പേരുമാറ്റുകയല്ല ചെയ്തത്, മറിച്ച് കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഒരു പ്രമേയമാണ് ഇതിനു പിന്നിൽ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിയമസഭയിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഭാഷകളിലും നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കേരളം ഔദ്യോഗികമായി ആവശ്യപ്പെടുകയായിരുന്നു. 3. എന്തുകൊണ്ട് ഈ മാറ്റം? മലയാളത്തിൽ നമ്മൾ കേരളം എന്ന് പറയുമെങ്കിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും ഇതിപ്പോഴും കേരള എന്നാണ് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ ഭാഷകളിലും മലയാളത്തിന് സമാനമായ രീതിയിൽ കേരളം എന്നാക്കി മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ, കേരളം എന്നത് നമ്മുടെ പുരാതനമായ പേരാണ്. അത് ഔദ്യോഗികമായി എല്ലാ രേഖകളിലും മാറ്റാൻ കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടോ?